ഇനി മറ്റൊരു ദേശീയ വാർത്തയിലേക്ക്. കീഴടങ്ങാൻ സാവകാശം ആവശ്യപ്പെട്ട് ബിൽക്കീസ് ബാനു കേസിലെ പ്രതികൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. പ്രതികളെ വിട്ടയച്ച വിധി റദ്ദാക്കിയ ജസ്റ്റിസ് നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതികൾ സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി പരാമർശിച്ചിരുന്നു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അനഘ ചേരുന്നു. അനഘ, എപ്പോഴായിരിക്കും ഈ ഹർജികൾ പരിഗണിക്കുക? എന്തൊക്കെയാണ് ഹർജിയിൽ ഈ പ്രതികൾ ചൂണ്ടിക്കാണിക്കുന്നത്? ലിബീഷ്, അല്പസമയത്തിനകം തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ബിൽക്കിസ് ബാനു കേസിലെ പ്രതികൾക്കുള്ള സമയപരിധി, അതായത് കോടതിയിൽ ഹാജരാവാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഒരു ഹർജിയിൽ പ്രതികൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വാദങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, അല്ലെങ്കിൽ വിചിത്രം എന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അതായത് മാതാപിതാക്കൾക്കുള്ള വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ തിമിര ശസ്ത്രക്രിയ, പിന്നെ കാർഷിക വിളവെടുപ്പ്, ഈ ആവശ്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതികൾ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഗുജറാത്ത് സർക്കാർ ഈ പ്രതികളെ, ബിൽക്കിസ് ബാനു കേസിലെ പ്രതികളെ വെറുതെ വിടുകയും പിന്നീട് സുപ്രീം കോടതി ഈ വെറുതെ വിട്ട നടപടി ശരിയായില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഈ പ്രതികളെ വിട്ടയച്ച നടപടി ശരിയായില്ലെന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഈ പ്രതികൾ അവർക്ക് കോടതിയിൽ തിരിച്ച് ജയിലിലേക്ക് പോകാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെ ഇത്തരത്തിൽ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാമാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു 6 ആഴ്ച, അതായത് 4 മുതൽ 6 ആഴ്ച വരെ തങ്ങൾക്ക് സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. 2002 ഗുജറാത്ത് കലാപത്തിനിടെയാണ് ബിൽക്കിസ് ബാനു, അവർ ഗർഭിണി കൂടിയായിരുന്നു ആ സമയത്ത്, അവരെ ബലാത്സംഗം ചെയ്യുകയും അവരുടെ 3 വയസ്സുള്ള മകൻ ഉൾപ്പെടെ 7 പേർ, കുടുംബത്തിലെ 7 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത്രത്തോളം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട, ഏറെ ഗൗരവമേറിയ സംഭവങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഈ ബിൽക്കിസ് ബാനു കേസ്. പിന്നീട് ഗുജറാത്ത് സർക്കാർ ഈ പ്രതികളെ, ഈ 11 പ്രതികളെയും വെറുതെ വിടുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും പ്രതികളെ വെറുതെ വിട്ട രീതി ശരിയായില്ല, എന്ത് ന്യായീകരണമാണ്, അതായത് ഇരയായിട്ടുള്ള ബിൽക്കിസ് ബാനുവിന് ഇതിൽ എവിടെയാണ് നീതി ലഭിച്ചിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ കേസിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഗുജറാത്ത് സർക്കാരിനും അതുപോലെ തന്നെ പോലീസ് അധികൃതർക്കുമൊക്കെ തന്നെ ഈ കേസിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതികൾക്ക് അവർക്ക് തിരിച്ച് ജയിലിലേക്ക് പോകാനുള്ള ഈ ഒരു സമയപരിധി അവസാനിക്കാനിരിക്കെ, അതായത് ഞായറാഴ്ചയാണ് ഈ ഒരു സമയപരിധി, ഇത് അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ തങ്ങൾക്ക് നീട്ടിത്തരണമെന്നൊരാവശ്യം ഉന്നയിച്ചുകൊണ്ട്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മാതാപിതാക്കൾക്ക് വാർദ്ധക്യ സഹജമായ അസുഖമുണ്ട്, അതുപോലെ തിമിര ശസ്ത്രക്രിയയുണ്ട്, കാർഷിക വിളവെടുപ്പ് കഴിയണം, ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഈ ഒരു ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട്, അല്ലെങ്കിൽ സുപ്രീം കോടതി എന്ത് തീരുമാനമായിരിക്കും ഇതിൽ കൈക്കൊള്ളുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് നമുക്ക് അറിയാൻ കഴിയും. ശരി അനഘ, ബിൽക്കീസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. അല്പസമയത്തിനകം ഹർജി പരിഗണിക്കും. കീഴടങ്ങാൻ സാവകാശം വേണമെന്നാണ് പ്രതികൾ ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. കോടതിയുടെ തീരുമാനം നിർണായകമാകും. കോടതി വിധി വരുന്ന മുറയ്ക്ക് ആ വാർത്തയിലേക്ക് നമുക്ക് തിരിച്ചെത്താം.